ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മൾ പാലക്ക് റൈസാണ്. ഇപ്പോൾ ചിക്കനൊന്നും വെക്കാൻ പറ്റത്തില്ല, അപ്പോൾ പാലക്ക് കൊണ്ട് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ബിരിയാണിയുടെ ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ബിരിയാണി അരി ഞാൻ വെള്ളത്തിലിട്ടത് കഴുകിയ വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ വെള്ളം കളയത്തില്ല, ഇത് ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ അത് ചെടിക്ക് ഒഴിക്കാൻ നല്ലതാണ്. ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിനകത്ത് കറുവപ്പട്ടയും ഏലക്കായും ഇട്ട് നല്ലപോലെ വെള്ളം തിളച്ചു. ഇനി നമ്മളതിനകത്ത് അരിയിടുക. അരിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഞാനൊരു ശകലം വെളിച്ചെണ്ണയുമാണ് ചേർക്കുന്നത്. നെയ്യാണേലും ഒഴിക്കാം, വെളിച്ചെണ്ണയാണ് നല്ലത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇതിൻ്റെ കൂടെ നെയ്യും നാരങ്ങാനീരും കൂടെ ചിലർ ചേർക്കും. ഞാൻ വെറും ഉപ്പും മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഒട്ടിപ്പിടിക്കത്തില്ല. ഇത് ബിരിയാണി അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോവും. അതുകൊണ്ട് നമ്മൾ വേവ് നോക്കിക്കോണം. നമ്മളിത് സാധാ അരിയിലാണേലും ഇതുപോലെ റൈസ് വയ്ക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിള്ളേർക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടുന്നതാണ്, സാധാ അരി വെച്ചിട്ടാണേലും. ഇത് വേകുന്ന സമയത്ത് നമുക്ക് പാലക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാം. പാലക്ക് മിക്സിയിൽ അരച്ചെടുക്കാനാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ മൊത്തം പാലക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു കിളുത്ത പാത്രത്തിൽ ഒഴിച്ച് വെക്കാനാണ്. നമ്മളല്ലാതെ വാർത്ത ചോറ് ഇച്ചിരി കൂടെ വെന്ത് പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഞാൻ ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ച് അത് കഴുകുകയും ചെയ്യും. എന്നാൽ പെട്ടെന്ന് അത് ചൂടാറി കിട്ടും. പിന്നെ ഇനി നമ്മൾ ഈ പാലക്കിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറുവാപ്പട്ട, ഏലക്ക, മറ്റേ ഗരം മസാല എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ മൊത്തം പാലക്ക് ഞാൻ ഒന്നിച്ചെടുക്കുന്നില്ല, പകുതിയേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനപ്പോൾ പകുതി പാലക്കേ എടുത്തിട്ടുള്ളായിരുന്നു. രണ്ടാമത് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സബോളയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് നെയ്യും വെളിച്ചെണ്ണയും പകുതി ഒഴിക്കണം. അപ്പം ഞാൻ ഇച്ചിരി നെയ്യ് കൂടുതൽ ഒഴിക്കുന്നു. എല്ലാത്തിനകത്തും ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടവുമാണ്. പിന്നെ നെയ്യ് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം എല്ലാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കടുകും ജീരകവും ഞാൻ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ നമ്മളല്ലാതെ ഗരം മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. പക്ഷേ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിൻ്റെ അകത്ത് നല്ലതാണ്. അതുകൊണ്ട് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിനകത്തിട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം. അതിൻ്റെ വെള്ളമയം മാറി എണ്ണമയം മേലി വരുന്ന പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആ പരുവത്തിന് വന്നിട്ടുണ്ട്. അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ബ്രെഡിൽ പുരട്ടിയിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്യാം, ചപ്പാത്തിയുടെ കൂടെ കൂട്ടാം. അതിനു വേണ്ടി മാറ്റിയെടുത്ത് വയ്ക്കുന്നതാണ്. ഇതിനകത്ത് ഉപ്പ് ചോറിനകത്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പാലക്കിൽ ഒരു ശകലം ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഇത് തീ കുറച്ച് വെച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് വെള്ളം പറ്റിച്ചെടുക്കുക. അപ്പം നമ്മുടെ പാലക്ക് റൈസ് റെഡി ആയിട്ടുണ്ട്. തൈര് സലാഡ് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. അല്ലെ മീൻ വറുത്തതോ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയോ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇതുപോലെ അതിൻ്റെ ബ്രെഡിനകത്ത് ഇങ്ങനെ സ്ലൈസ് പുരട്ടിയിട്ട് നമ്മൾ അത് ടോസ്റ്റ് ചെയ്തെടുത്താൽ നല്ലതാണ്. അല്ലാതെ നെയ്യ് ഒഴിച്ച് ചുമ്മാ ദോശക്കല്ലി വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇത് നെയ്യൊന്നും ചേർത്തിട്ടില്ല, ടോസ്റ്റ് ചെയ്തെടുക്കാൻ മാത്രമല്ല. ഇതേ സെയിം മിക്സർ നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കാം, അല്ല ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനായിട്ട് കൂട്ടിയും കഴിക്കാം. അപ്പോൾ നമുക്ക് ഒരു പാലക്ക് ഉണ്ടെങ്കിൽ ഇത്രയും വെറൈറ്റി നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.